നമസ്കാരം. ഇന്ന് നമ്മൾ മാംഗോ സ്റ്റിക്കി റൈസ് ആണ് തയ്യാറാക്കുന്നത്. തായ് സ്പെഷ്യൽ ഡെസേർട്ടാണ്. കോക്കനട്ട് മിൽക്കിൻ്റെയും നല്ല പഴുത്ത മാങ്ങയുടെയും കോമ്പിനേഷനാണ് ഈ ഡെസേർട്ട്. ഇതിന് 5 സ്റ്റെപ്പാണുള്ളത്. അരി കുതിർക്കുക, അരി വേവിക്കുക, സോസ് തയ്യാറാക്കുക, തേങ്ങാപ്പാലിൽ ഈ അരി കുതിർക്കുക, മാംഗോസ് കട്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 1 കപ്പ് അരി, നമ്മുടെ സ്റ്റിക്കി റൈസ് നല്ലതായിട്ട് കഴുകി ഒരു 15 പ്രാവശ്യമെങ്കിലും കഴുകി അത് തലേദിവസമേ കുതിർത്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഈ ഗ്ലൂട്ടിനസ് റൈസ് അല്ലെങ്കിൽ സ്വീറ്റ് റൈസാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇതിങ്ങനെ ഉണ്ടാവും കാണാനായിട്ട്. ഇത് നന്നായിട്ട് കഴുകണം, കാരണം ഇതിനകത്ത് സ്റ്റാർച്ചിൻ്റെ അംശം കൂടുതലാണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാം. നമ്മുടെ അരി നന്നായി വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായി ഞാൻ ഒരു ഇഡ്ഡലി പാത്രം എടുത്ത് വെള്ളം നിറച്ച് ഇഡ്ഡലി തട്ട് വെച്ചതിന് ശേഷം ഞാനതിലേക്ക് നനഞ്ഞ ഒരു തോർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. തോർത്ത് നല്ല വൃത്തിയുള്ളതായിരിക്കണം. നന്നായി കഴുകിയെടുത്ത തോർത്ത്, പുതിയതാണെങ്കിൽ അത്രയും നല്ലത്. തോർത്ത് വെച്ചതിന് ശേഷം ഞാനിനി നമ്മുടെ അരി കുതിർത്തിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഇട്ടതിന് ശേഷം 4 സൈഡിൽ നിന്നും ഈ തോർത്ത് ഫോൾഡ് ചെയ്ത് എടുക്കണം. ഫോൾഡ് ചെയ്തതിന് ശേഷം ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് അടച്ചു വെക്കുക. ഇനി സ്റ്റൗ ഓൺ ആക്കിയതിന് ശേഷം ആവി കയറ്റി ഇത് വേവിച്ചെടുക്കുക. ഏകദേശം 30 മിനിറ്റ് എടുക്കും ഇത് വെന്ത് കിട്ടാനായിട്ട്. ആ സമയം കൊണ്ട് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. അതിനായി ഞാനിവിടെ 2 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാര അലിയുന്നിടം വരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇതിന് നമുക്ക് കോക്കനട്ട് മിൽക്കും കോക്കനട്ട് സോസും പ്രിപ്പയർ ചെയ്തെടുക്കുക. മധുരം ബാലൻസ് ചെയ്യുന്നതിനായി അല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിൽ നിന്ന് 1 കപ്പ് തേങ്ങാപ്പാൽ മാറ്റി വെക്കുക. അരിയോടൊപ്പം ചേർത്ത് വേവിക്കുന്നതിനായാണ് അത് മാറ്റി വെച്ചത്. ഇനി 1 ടീസ്പൂൺ കോൺഫ്ലവറിലേക്ക് അല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി നമ്മൾ ബാക്കി വെച്ചിരുന്ന 1 കപ്പ് തേങ്ങാപ്പാലിലേക്ക് ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് അധികം കുറുകി പോകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തിക്കായി കിട്ടിയാൽ മതി. ഇപ്പോൾ നമ്മുടെ സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. 30 മിനിറ്റായി. അപ്പോൾ നമ്മുടെ അരി ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ അരി നമ്മുടെ ആദ്യം എടുത്ത് വെച്ച തേങ്ങാപ്പാലിനോടൊപ്പം ചേർത്ത് നന്നായിട്ട് സോക്ക് ചെയ്ത് വെക്കണം. അതിനായി ഞാനിവിടെ ഒരു പാൻ എടുത്ത് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം എടുത്തു വെച്ച 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് അതിലേക്ക് വെന്ത് കിട്ടിയ നമ്മുടെ സ്റ്റിക്കി റൈസ് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊരു 3-4 മിനിറ്റ് ഇങ്ങനെ ഇളക്കി അടച്ച് വെച്ച് വേവിക്കുക. അധികം വേവൊന്നും വേണ്ട. ഒരു 3-4 മിനിറ്റിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി അത് ഏകദേശം 1 മണിക്കൂർ അങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ സ്റ്റിക്കി റൈസ് തേങ്ങാപ്പാലെല്ലാം നന്നായിട്ട് അബ്സോർബ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. ഇനി ഞാനിവിടെ ഒരു സർവിങ് ബൗളിലേക്ക് കുറച്ച് മാംഗോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം തയ്യാറാക്കി വെച്ച സ്റ്റിക്കി റൈസ് 1 കപ്പിലേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ അറേഞ്ച് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ തയ്യാറാക്കി വെച്ച സോസാണ്. അപ്പോൾ സോസ് നന്നായിട്ട് ഇളക്കി അതിന് ശേഷം നമ്മുടെ റൈസിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം കട്ട് ചെയ്ത് വെച്ച മാംഗോസിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സാധാരണയായി ഒറിജിനൽ തായ് റെസിപ്പിയിൽ അവർ ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച മൂങ് ദാളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെളുത്ത എള്ള് എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട്. ഇത് കഴിക്കുമ്പോൾ എള്ള് കടിക്കാൻ കിട്ടും. അതൊരു പ്രത്യേകതരം ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ എത്ര എളുപ്പത്തിലല്ലേ ഇപ്പോൾ ഒരു മാംഗോ സ്റ്റിക്കി റൈസ് ഇവിടെ പ്രിപ്പയർ ചെയ്തത്. ഇപ്പോൾ ഈ അരി ആമസോണിലും ഓൺലൈനിലെല്ലാം ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഫീഡ്ബാക്ക് സെൻഡ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.